ഹായ് ഫ്രണ്ട്സ്, കുടുംബശ്രീ ശാരദയുടെ ഏറ്റവും ലേറ്റസ്റ്റ് എപ്പിസോഡിൽ വിഷ്ണു സത്യങ്ങളെല്ലാം തിരിച്ചറിയുന്ന ഒരു അടിപൊളി എപ്പിസോഡാണ്. അപ്പം നമുക്ക് റിവ്യൂയിലേക്ക് കയറാം. രോഹിത് ശ്യാമയോട് പറയാണ്, നിന്നെ പിന്നെ കള്ളികൾ എന്നല്ലാതെ പിന്നെ വേറെ എന്തോ അടി നിന്നെയൊക്കെ വിളിക്കേണ്ടത്. ഇത്ര നാളും വേറൊരാളുടെ കൊച്ചിനെ കാണിച്ച് എൻ്റെ കൊച്ചാണെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ കളിപ്പിച്ച് നിന്നെയൊക്കെ പിന്നെ എന്താണ് പറയേണ്ടത് എന്ന് പറയുമ്പോഴേക്കും ശ്യാമ പറയും രോഹിത് എന്ന് വിളിച്ച് കാലിലേക്ക് വീഴുവാണ്. എന്നിട്ട് രോഹിത് എന്നോട് ക്ഷമിക്കണം, ഞാൻ എൻ്റെ അന്നപ്പോഴത്തെ മാനസികാവസ്ഥയെ ഞാൻ അങ്ങനെ എഴുതി പോയതാന്നൊക്കെ പറയുമ്പോഴേക്കും നീ കത്തിനകത്തുള്ളത് ശരിയാണെന്നുണ്ടെങ്കിൽ നീ എൻ്റെ ജീവിതം വെച്ചല്ല ഇത്ര നാൾ കളിച്ചുകൊണ്ടിരുന്നത്, എൻ്റെ കൊച്ചിനെ തന്തയാക്കിക്കൊണ്ടിരിക്കുമല്ലായിരുന്നു ഇത്ര നാളും. ഇതൊക്കെ പറയാൻ വിഷ്ണു നന്നായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും, പുറത്ത് നിൽപ്പുണ്ട്. എന്നിട്ട് ശ്യാമ കാലേ വീണിട്ട് രോഹിത്തിനോട് ക്ഷമിക്കണം, ക്ഷമിച്ച് സഹിച്ചൊക്കെ അല്ല ജീവിതം മുന്നോട്ട് പോകേണ്ട, ഞാൻ ഇതുവരെ രോഹിത്തിനെ ചതിച്ചിട്ടില്ല, രോഹിത് മാത്രമാണ് എൻ്റെ മനസ്സിൽ ഭർത്താവായിട്ടുള്ളതെന്നൊക്കെ ശ്യാമ പറയുന്നത്. ആ കത്തിനകത്തുള്ള എല്ലാം ശരിയാണെങ്കിൽ നീ ഇത്ര നാൾ എന്നെ ഒരു വാടക തന്തയാക്കി വെച്ചില്ലേ, നീയാണ് എൻ്റെ ജീവിതം തകർത്തതെന്നൊക്കെ പറഞ്ഞ് ശ്യാമയുടെ നേരെ രോഹിത്ത് ചാടിക്കൊണ്ട് നിൽക്കുന്ന എല്ലാം കേട്ട് വിഷ്ണു ഇങ്ങനെ നിൽക്കും. പറയടി, ആരാടി കൊച്ചിൻ്റെ തന്ത, പറയടി അത് വിഷ്ണു അല്ലേ എന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു ഇതെല്ലാം കേട്ട് ഇങ്ങനെ നിൽക്കണം. വിഷ്ണു ശരിക്കും ഒന്നും മനസ്സിലാവുന്നില്ല. പപ്പയുടെയും സത്യയുടെയും അച്ഛൻ വിഷ്ണു അല്ലേടി, പപ്പയും സത്യം പ്രസവിച്ച ആരടി എന്നൊക്കെ രോഹിത് ചോദിക്കുന്നുണ്ട്. അപ്പം ശ്യാമ ഇതെല്ലാം കേട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നില്ല, മറുപടി ഒന്നും പറയുന്നില്ല. പപ്പയും സത്യം പ്രസവിച്ച് ശാലിനി അല്ലേടി, വിഷ്ണു അല്ലേടി അവരുടെ അച്ഛൻ എന്നൊക്കെ രോഹിത് പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് വിഷ്ണു ഇങ്ങനെ അനങ്ങാതെ ഇങ്ങനെ നിൽക്കുകയാണ്. വിഷ്ണുവിന് എന്താ പറയേണ്ടതെന്ന് അറിയാത്ത ഒരവസ്ഥയിൽ കൂടെ വിഷ്ണു ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ആത്മഹത്യ ചെയ്യേണ്ടത് ഞാനല്ല, നീയും നിൻ്റെ അമ്മയും നിൻ്റെ കുഞ്ഞേച്ചിയാണ്. ഒന്ന് പ്രസവിച്ച കുഞ്ഞിനെ അനിയത്തിയുടെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടി ദാനം ചെയ്ത ഒരു കുഞ്ഞേച്ചി. അപ്പോൾ ആത്മഹത്യ ചെയ്യേണ്ടത് നീയും നിൻ്റെ വീട്ടുകാരുമാണല്ല, ഞാനല്ല. സത്യങ്ങൾ എല്ലാവരും വിളിച്ച് പറയാനുണ്ട് എനിക്ക്, എന്നിട്ട് എൻ്റെ കൈകൊണ്ട് വേണം നിന്നെ കൊല്ലാൻ എന്നൊക്കെ പറഞ്ഞ് ശ്യാമയെ പിടിച്ച് തള്ളി കട്ടിലോട്ട് ഇട്ടിട്ട് കഴുത്ത് ശരിക്കും അമർത്തി അങ്ങ് പിടിക്കുകയാണ്. അപ്പോഴേക്കുമാണ് വിഷ്ണു ഇങ്ങനെ പുറത്ത് നിന്ന് ഇങ്ങനെ ഇതെല്ലാം ഓർത്തിട്ട് ചെറിയ രീതിയിൽ വിഷ്ണു വേഗം ബോധം വന്ന പോലെ വിഷ്ണു കണ്ട് വേഗം റൂമിലേക്ക് വരികയാണ്. എന്നിട്ട് രോഹിത്തിനെ പിടിച്ചങ്ങ് തള്ളുവാണ്. മാറ്റിയിട്ട് എന്താ രോഹിത്തെ കാണിക്കുന്നുള്ള രീതിയിൽ പിടിച്ച് മാറ്റുമ്പോഴത്തേക്കിനും ശ്യാമ ഇങ്ങനെ തൊണ്ടയൊക്കെ തിരുമ്മി എഴുന്നേറ്റ് വരികയാണ്. എന്നിട്ട് വിഷ്ണുവിനെ കാണുമ്പോഴേക്കും രോഹിത്ത് ആ ഒരു ദേഷ്യഭാവമൊക്കെ അങ്ങ് മാറ്റിയിട്ട് അവിടെ നിന്ന് മാറിപ്പോവാണ്. അപ്പോൾ രോഹിത്തിൻ്റെ കയ്യിലെ ആ ലെറ്ററാണ് വിഷ്ണു നോക്കുന്നത്. എന്നിട്ട് വിഷ്ണു ആ ലെറ്റർ ഇങ്ങ് പിടിച്ച് മേടിക്കുകയാണ്. രോഹിത്ത് ആ ലെറ്റർ കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. എന്നിട്ട് വിഷ്ണു ആ കത്ത് വായിക്കുകയാണ്. ഈ കുടുംബത്തിന് വേണ്ടിയാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്, ഈ കത്ത് ഇവിടുത്തെ ആർക്ക് വേണമെങ്കിലും വായിക്കാം. ഇത് പപ്പി എൻ്റെ മോളല്ല, പപ്പി സത്യയും കുഞ്ഞേച്ചിയുടെ മക്കളാണ്. ഞാൻ പ്രസവിക്കത്തില്ല എന്നറിഞ്ഞപ്പോഴേക്കും കുഞ്ഞേച്ചിക്കുണ്ടായ 2 മക്കളിൽ ഒരാളെ എനിക്ക് വളർത്താൻ വേണ്ടി തന്നതാണ് എന്നൊക്കെ പറഞ്ഞുള്ള കാര്യം വിഷ്ണു ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല, കുഞ്ഞേച്ചിയുടെയും വിഷ്ണുവിൻ്റെയും മക്കളാണ് സത്യയും പപ്പി എന്നൊക്കെ ഉള്ളത്. ഈ കത്തിനകത്തെ സത്യങ്ങൾ അറിയുമ്പോൾ വിഷ്ണുവിന് നിയന്ത്രിക്കാൻ പറ്റത്തില്ല, സന്തോഷമാണോ സങ്കടമാണോ എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ കൂടെ ഇങ്ങനെ പോവാണ്. ശ്യാമയാണ് അവിടെ ഇരുന്നങ്ങ് കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. എന്നിട്ട് ഈ സത്യങ്ങളൊക്കെ വായിക്കുന്ന ടൈമിൽ തന്നെ കുഞ്ഞുങ്ങളെ 2 പേരെ ഇങ്ങനെ എടുത്തുകൊണ്ട് ഓടിയതും ബർത്ത്ഡേ കേക്ക് മുറിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല, എനിക്ക് വേണ്ടിയാണ് കുഞ്ഞേച്ചി ഇങ്ങനെ ചെയ്തതെന്നൊക്കെ ഉള്ള കാര്യങ്ങളും എല്ലാം വായിച്ച് വിഷ്ണു ഇങ്ങനെ സങ്കടത്തിലാണോ ഒരു പ്രത്യേക ഫീലിൽ കൂടെ ഇങ്ങനെ കപ്പൊക്കൊണ്ടിരിക്കും. വിഷ്ണുവിൻ്റെ കൈയും കാലുമൊക്കെ വിറച്ച് വിഷ്ണു ആ ഭിത്തിയിലേക്ക് ഇങ്ങനെ ചാരി നിൽക്കുന്ന പോലൊക്കെ തളർന്നു വീഴുന്നൊരവസ്ഥ പോലെ ആകുകയാണ്. ഇത് ശ്യാമയുടെ അടുത്ത് വന്നിട്ട് ശ്യാമയെ തട്ടിട്ട് ചോദിക്കണം, ശ്യാമയെ ഈ കത്തിനകത്ത് എഴുതിയേക്കുന്നതൊക്കെ സത്യമാണോ, ശ്യാമയെ നീയെങ്കിലും ഒന്ന് പറയാമെന്ന് പറയും. അപ്പോൾ ശ്യാമ ഫസ്റ്റ് ടൈം ഒന്നും പറയുന്നില്ലെങ്കിലും കണ്ണുനീരൊക്കെ തുടച്ചിട്ട് ചിരം കഴിഞ്ഞിട്ട് പറയും, അതേ വിഷ്ണുവേട്ട സത്യമാണ്, പപ്പി സത്യം വിഷ്ണുവേട്ടനെ കുഞ്ഞേച്ചിയുടെ മക്കളാണെന്നൊക്കെ പറയുമ്പോഴേക്കും വിഷ്ണു പറയണ, എൻ്റെ ശ്യാമ നിനക്ക് എന്നോടെങ്കിലും ഈ സത്യം ഒന്നും പറയത്തില്ലായിരുന്നു, ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുടെ 6 വർഷം അവരെ സ്നേഹിക്കാൻ പറ്റാത്ത എൻ്റെ കൺമുന്നിൽ എൻ്റെ മക്കളുണ്ടായിട്ട് അവരെ സ്നേഹം കൊടുക്കാതെ എന്ത് പാവമാണ് ഞാൻ ചെയ്തത്, ഇത്രയും എന്ത് തെറ്റിയിട്ടാണ് നിങ്ങൾ എല്ലാവരും കൂടെ എന്നെ ഇത്ര ശിക്ഷ തന്നത്, എൻ്റെ മക്കളും കൺമുന്നിലുണ്ടായിട്ട് അവരെ അറിയാതെ പോയല്ലോ, അവരുടെ 6 വർഷം എനിക്ക് സ്നേഹിക്കാൻ പറ്റാതായത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിഷ്ണു കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. വിഷ്ണുവിൻ്റെ കൈയും കാലുമൊക്കെ ഇടറി വീഴുന്ന പോലെയൊക്കെ കാണിക്കുകയാണ്. ഈശ്വര, എന്ത് പാവമാണ് ഞാൻ ചെയ്തത്, എൻ്റെ കുഞ്ഞുമക്കളെ ഇത്ര നാളും സ്നേഹിക്കാൻ പറ്റാത്ത ഒരു അച്ഛനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഈ പാവമൊക്കെ ഞാൻ എവിടെ കൊണ്ട് കഴുകിക്കളയും, ശ്യാമ നിനക്കെങ്കിൽ ഈ സത്യം എന്നോടൊന്ന് പറയത്തില്ലായിരുന്നോ എന്നൊക്കെ പറഞ്ഞങ്ങ് വിഷ്ണു ഭയങ്കരമായിട്ടങ്ങ് സങ്കടപ്പെടും. അപ്പോഴേക്ക് ശ്യാമ പറയുന്നുണ്ട്, കുഞ്ഞേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല, എൻ്റെ ജീവിതം ഓർത്താണ് കുഞ്ഞേച്ചി ഇങ്ങനെ ഒരു കാര്യം ചെയ്തതെന്നൊക്കെ പറയുമ്പോഴേക്കും വിഷ്ണു പറയാണ്, അല്ലെങ്കിൽ കുഞ്ഞേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല, കുഞ്ഞേച്ചിക്ക് മറ്റുള്ളവരുടെ ജീവിതം നന്നാകണമെന്ന് മാത്രമേ ഉള്ളൂ, ഞങ്ങളുടെ ജീവിതം പോയാലും കുഞ്ഞേച്ചിക്ക് മറ്റുള്ളവരുടെ ജീവിതം നന്നാകണമെന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുമ്പോഴേക്കും വിഷ്ണു ആണെങ്കിൽ ശാലിനിയോട് പറഞ്ഞ കാര്യങ്ങളും കൂടെ ഓർക്കുക, നീ കുറച്ച് മുന്നേ പറഞ്ഞിട്ട് വന്നാൽ നീ നിൻ്റെ കുടുംബക്കാർ ശരിയല്ല, നീ ഒരാളെ മനസ്സിൽ വെച്ചുകൊണ്ട് മറ്റൊരാളെ സ്നേഹിക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വന്ന കാര്യങ്ങളും എല്ലാം ഇങ്ങനെ ഓർത്തുകൊണ്ട് ആണ് വിഷ്ണു ഇതെല്ലാം കൂടെ ഓടി മനസ്സിൽ കൂടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്.